ഹായ് ഡിയേഴ്സ്, ദിയാലിയ ടോക്സിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയറും ചെയ്യണം, ലൈക്കും ചെയ്യണം. ഓക്കെ അല്ലേ? ഈ കാണുന്ന ഓറഞ്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസില്ലേ, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആട്ടോ ഈ റോസ്. ഇതെൻ്റെ വീട്ടിൽ ഞാൻ നട്ടു വളർത്തിയിട്ടുള്ള, കടയിൽ നിന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങി നട്ടു വളർത്തി ഉണ്ടാക്കിയിട്ടുള്ളൊരു റോസാണ്. അടുത്തതായിട്ട് ഈ ഒരു നാടൻ ടൈപ്പ് റോസ്, ഇത് നമ്മുടെ ബൊക്കയിലൊക്കെ നമ്മൾ വെക്കാറുണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ഒരു ഭയങ്കര റെഡ് കളർ റോസാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള റോസാണ്. ഒരുപാട് പൂക്കൾ ആ തൈയിൽ ഉണ്ടാവാറുണ്ട്. ഇത് നേരത്തെ നമ്മൾ കാണിച്ച പോലത്തെ ഒരു ടൈപ്പ്, അതൊരു പിങ്ക് കളറാണ്. ഇതൊരു ലൈറ്റ് പിങ്ക് ടൈപ്പ് റോസാണ് കേട്ടോ, വള്ളിച്ചെടി പോലത്തെ ഒരു റോസാണ്. ഇതൊരു ഗ്രീനിഷ് ഒരു വെറൈറ്റി റോസാണത് കേട്ടോ. അടുത്തതായിട്ട് യെല്ലോ കളർ, എന്തൊരു ഭംഗിയാണെന്നോ ഈ ഒരു റോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആ ഒരു റോസിൻ്റെ മുട്ട തന്നെയാണ് കേട്ടോ. ഇതൊരു വൈറ്റ്, ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് മിക്സഡ് ആയിട്ടുള്ളൊരു കളർ. ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇവരെന്തിനാ ഇത് ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നതെന്നല്ലേ. എൻ്റെ വീട്ടിൽ ഞാൻ നട്ട പോലെ തന്നെ നിങ്ങളെ വീട്ടിലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് റോസാപ്പൂക്കളെ വളർത്തിയെടുക്കാം. എങ്ങനെയെന്നല്ലേ, അതിന് കുറച്ച് പ്രധാനപ്പെട്ട ടിപ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഒരു 2-3 ഷോർട്ട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഈസി മെത്തേഡ്സൊക്കെ അതിൽ കാണാൻ സാധിക്കും. വീട്ടിൽ നിന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെത്തേഡ്സൊക്കെ അതിൽ നിങ്ങൾക്ക് കാണാൻ കേട്ടോ. പക്ഷെ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ റോസാ തൈകൾക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രൂണിങ്. അതായത് നമ്മൾ റോസുകൾ ഉണ്ടായതിന് ശേഷം അത് ഉണങ്ങി വരൂലേ, ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് കട്ട് ചെയ്ത് കളയണം. ഓക്കെ, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഓരോ പ്രാവശ്യവും റോസുകൾ ഉണ്ടായി ആ റോസ് ഉണങ്ങിക്കഴിയുന്ന സമയത്ത് അവിടെ വെട്ടിക്കൊടുക്കുക. അതിനാണ് നമ്മൾ പ്രൂൺ ചെയ്യുക എന്ന് പറയുന്നത്. എങ്കിലേ പുതിയ പുതിയ മൊട്ടുകൾ അവിടെ ഉണ്ടാവുള്ളൂ. റോസൊക്കെ നടുന്ന തുടക്കക്കാർക്കുള്ള ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോസാ തൈകളുടെ കാര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് NPK 19-19-19. നിങ്ങൾക്ക് കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഈ ഒരു സംഭവം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പൊടി ഫോമിലുള്ള സംഭവമായിരിക്കും കേട്ടോ. അത് നിങ്ങൾ 15 ദിവസം കൂടുമ്പോൾ നമ്മുടെ റോസാ തൈകൾക്കൊന്ന് ഇട്ട് കൊടുക്കണം. പല രീതിയിലും നമുക്കത് ചെയ്യാം. അത് സ്പ്രേ ആയിട്ട് ചെയ്യാം, വെള്ളത്തിലൊക്കെ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ചെയ്യുന്നൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ റോസാ തൈകൾ കുഴിച്ചിട്ട് ആ ചട്ടിയിൽ അതിൽ ആ മണ്ണിൽ നമ്മുടെ വേരിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് കേട്ടോ, ഞാനൊരു സൈഡിലൊക്കെയാണ് ഞാനൊരു ചെറിയ കുഴി ഇങ്ങനെ കുഴിച്ചു കൊടുക്കും. ചെറുതായിട്ട് നമ്മളെ വിരൽ വെച്ചിട്ട് തന്നെ ഒരു കുഴി കുഴിക്കും. എന്നിട്ട് കുറച്ച് NPKയുടെ ആ പൊടി അതിൽ ഇട്ട് കൊടുക്കും. ഒരു നുള്ളിട്ടാൽ മതി കേട്ടോ, ഒരുപാടിട്ടാൽ നമ്മുടെ റോസാ ചെടിയൊക്കെ വാടി കേടുവന്ന് പോകും. നന്നായിട്ട് ശ്രദ്ധിക്കണേ. എന്നിട്ട് വീണ്ടും മണ്ണിട്ടിട്ട് ആ കുഴി അടക്കും. ഈ ഒരു മെത്തേഡ് ഞാനൊരു 15 ദിവസം കൂടുമ്പോൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റോസാ തൈകൾ നടുന്ന ആൾക്കാർ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ മെത്തേഡൊക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ അറിയിക്കണം കേട്ടോ. പ്ലീസ് സബ്സ്ക്രൈബ്.